തിരുവനന്തപുരം പഴവങ്ങാടിയിൽ നടപ്പാതയ്ക്കരികിൽ കച്ചവടം ചെയ്യുന്നവരെ ഒഴിപ്പിക്കാനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചു. ചെറിയ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവരെയാണ് അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരും നഗരസഭയും ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. ജനം TV വാർത്തയെ തുടർന്നാണ് ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടങ്ങിയത്. ശ്രീനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പഴവങ്ങാടി അമ്പലത്തിന് സമീപം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്കാണ് ഇപ്പോൾ ഈ ഒരു ദുരവസ്ഥ വന്നിരിക്കുന്നത്. കച്ചവടക്കാരോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നാണ് സർക്കാരും നഗരസഭാ അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ചേച്ചി എന്താണ് ഇപ്പോൾ ഒരു സർക്കാർ തന്നെയല്ലേ നിങ്ങൾക്ക് ഈ ഭൂമി തന്നത്, എന്നിട്ടിപ്പോൾ സർക്കാരും നഗരസഭയും തന്നെയാണ് പറയുന്നത് നിങ്ങളോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ? എന്താണ്? സർക്കാർ തന്നതല്ല, ഇവിടെ 2 കടകളാണ് ഇരുന്നത്. ഈ 2 കടകളൊന്ന് ഒന്ന് തേങ്ങാക്കടയും ഒന്ന് ഖാദി ബോർഡും ഇരുന്നു. അപ്പോൾ ഇവർ അന്ന് അനന്തം ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒഴിപ്പിച്ചപ്പോഴത്തേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞിടക്കയല്ലേ തേങ്ങാക്കടയിൽ അവരും ഇരുന്നു, ബാക്കിയുള്ളവർ ഇങ്ങോട്ട് കയറി. അന്നേ ഇവരുണ്ടായിരുന്നപ്പോഴേ ഖാദി ബോർഡ് ഉണ്ടായിരുന്നപ്പോഴേ തേങ്ങാ കച്ചവടക്കാർ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു, തേങ്ങാ കടയിലും ഉണ്ടായിരുന്നപ്പോഴും എല്ലാവരും ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. ഇത് ആളുടെ സ്ഥലമല്ല, കോർപ്പറേഷൻ്റെ അല്ല, ഒന്നുമേ അല്ല. ഇപ്പം ഇവരെന്തെന്ന് വെച്ചാൽ ഇവിടെ ബസ് സ്റ്റാൻഡിലുള്ള കടക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ കൈ വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിന് പാർട്ടിക്കാരാണ് ഇതിന് മെയിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നഗരസഭയും സർക്കാരുമാണ് ഇപ്പം നിങ്ങളോട് ഇവിടെ നിന്ന് ഒഴിയാൻ വേണ്ടി പറഞ്ഞത്. അവർക്ക് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈസൻസ് നൽകിയിട്ടുള്ള കാര്യമെന്ന് ഇപ്പോൾ ഇവിടെ തഹസിൽദാർ വന്നപ്പോൾ വ്യക്തമാക്കിയിരുന്നു. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സർക്കാർ ഇങ്ങനെ ഒരു മാറ്റം പറയുന്നത്, അല്ലെങ്കിൽ നഗരസഭ ഇങ്ങനെ ഒരു മാറ്റം പറയുന്നത്? എന്താണ് ഇതിൽ? നമുക്ക് ചാനലാർ വന്നപ്പോൾ നമുക്കൊരു മാറ്റം കിട്ടി. നമ്മൾ അവരെ വിളിച്ചു വരുത്തിയാൽ ഞങ്ങളെല്ലാം ഇപ്പം തന്നെ എടുത്ത് മാറ്റി കൊടുക്കണമായിരുന്നു. പാർട്ടിക്കാർ തന്നെ പൈസയും വാങ്ങിച്ചും കൊണ്ട് അവർ അടി കൂടെ വേല വെച്ചതാണ് ഞങ്ങളെല്ലാവരും ഒഴിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ട് ആ സത്യം വെളിയിൽ വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ഇതുണ്ടായിരുന്നു. അത് മാത്രമല്ല ഏത് പരിപാടി സമ്മേളനം ആയിരുന്നാലും എന്ത് പരിപാടി ആയിരുന്നാലും ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെന്ന് അവരൊന്ന് പൈസ വാങ്ങി. ആ പാർട്ടിയിൽ അല്ലെന്നുണ്ടെങ്കിലും വന്ന് പൈസ ചോദിക്കും, കൊടുക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു പാർട്ടിയിൽ ഇല്ലെങ്കിലും എല്ലാ പാർട്ടി ഏതിന് പോയാൽ നമ്മൾ വ്യക്തിയെ നോക്കിയാണ് വോട്ടിടുന്നത്, അല്ല ഒരു പാർട്ടിക്ക് എന്നുള്ള രീതിയല്ല, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ വോട്ടിടുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഏത് പാർട്ടിക്കാരായാലും വന്ന് നമ്മളേത് പൈസ. എന്തായാലും സർക്കാരും നഗരസഭ ഇപ്പോൾ ഇവരോട് ഇവിടെ നിന്ന് മാറാനുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. കാരണം ഇവർക്കൊരു സമവായ ചർച്ചയ്ക്ക് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഭൂമി ഈ KSRTCയിൽ സൈഡിലായി കച്ചവടം ചെയ്യുന്ന ആളുകൾ അവരെ കച്ചവടം ചെയ്യണമെന്നാണ് പറയുന്നത്. ചേട്ടാ, ഇതിപ്പോൾ നഗരസഭയും സർക്കാരും നിങ്ങൾക്ക് തന്നൊരു ഭൂമിയാണ്, അത് അവർക്കും കൊടുത്തിട്ടുണ്ടെന്നൊരു ലൈസൻസ് അവർക്കുള്ളതായിട്ട് ഇപ്പോൾ നഗരസഭ തഹസിൽദാർ വന്നപ്പോഴാണ് പറയുന്നത്. മാഡം, അത് തെരുവ് കച്ചവടക്കാരുടെ റീസെൻ്റ് ആയിട്ട് ഒരു ഇതാണ്, അവരെ സ്വയം രക്ഷിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ഞങ്ങൾ 30 വർഷത്തിന് മുമ്പേ ഇരുന്ന പാട്ടഭൂമി. സർക്കാരിന്റെ ഭാഗത്ത് നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വീഴ്ചയല്ലേ ഇതിന് കാരണം? കാരണം അവർക്ക് ഒരു ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു, ഇപ്പോൾ അവരുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കും അതേ തെരുവ് കച്ചവടക്കാരുടെ ലൈസൻസ് അക്ഷയ സെന്ററിൽ പോയി ആർക്ക് കിട്ടും? മാഡത്തിന് അറിഞ്ഞൂടെ? ഒരു അഡ്രസ്സ് കൊടുത്താൽ തരും. അതേസമയം നമ്മളതല്ല, നമ്മൾ പ്ലാന് അപ്രൂവ്ഡ് എല്ലാം ചെയ്യേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്വം. എല്ലാം കൃത്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. യാതൊരു ഡിലേ ലാപ്സും ഇല്ല. അവർ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവരെ ഇവിടെ എൻക്വയറി നടത്തി ഇവിടെ പ്ലാൻ അപ്രൂവ് ചെയ്ത് സൈറ്റ് അപ്രൂവ് ചെയ്ത് ട്രിഡയിൽ പോയി ഇവിടെ ഹെറിറ്റേജ് കമ്മിറ്റി. അവരുടെ കാര്യത്തിൽ നഗരസഭ ഒരു തെറ്റ് ചെയ്തു എന്നാണോ പറയുന്നത്? തെറ്റ് ചെയ്തെന്നല്ല പറയണത്, അവർക്ക് പുനരധിവാസം വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ പുനരധിവസിക്കും പോലെ അവർക്ക് വേണമെങ്കിൽ പുനരധിവാസം കൊടുക്കാം. അല്ലാതെ തെറ്റെന്ന് അങ്ങനെ പറയും? റവന്യൂ ഭൂമിയല്ലേ ഇത്? 3 കോടി രൂപ വിലയിട്ടിട്ടാണ് അവർ ഈ സ്ഥലം നമുക്ക് തരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച 3,20,000 രൂപയുടെ വാടക ഞങ്ങൾ അടച്ചതെന്താണ്? റവന്യൂ ഭൂമിയാണ്, കാരണമായ സ്ഥലമാണ്. 3 കോടി രൂപയാണ് ഗവൺമെൻറ് വില. അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളെ മുതൽ KSRTCയുടെ അവിടെ കൗണ്ടറിൽ ഞങ്ങൾ സമരം തുടങ്ങും. കാരണം ഞങ്ങളുടെ 20 കൊല്ലം 30 കൊല്ലം ഇരുന്ന കടകൾ KSRTC നോട്ടീസ് തന്നിട്ട് ഒഴിക്കാൻ നോട്ടീസ് വന്നിരിക്കുകയാണ്. നാളെ ലാസ്റ്റ് ഡേറ്റ് തീരാണ്. ഇതേ വിഷയം നാളെ അപ്പുറത്തുണ്ടാവും. എന്തായാലും നഗരസഭയും സർക്കാരും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധക്കളം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നഗരസഭയും സർക്കാരും ഇതിന് സമവായ ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനമെടുക്കുമെന്നാണ് തഹസിൽദാർ കുറച്ചു മുൻപ് ഇവിടെ എത്തിയതിനു ശേഷം പറയുകയുണ്ടായത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.